എല്ലാവരും പുതുമകൾ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ വർഷം എന്റെ ഏറ്റവും വലിയ പുതുമ ജയിലിൽ പോകാൻ സാധിച്ചു. പലരും ചോദിച്ചു, ബോസ് ജയിലിൽ പോയി വിഷമമായോ, അവിടെ എങ്ങനെയാണ് ആ കക്കൂസ് ഉപയോഗിക്കാൻ പറ്റുമോ, അവിടെ എങ്ങനെ കുളിക്കാൻ പറ്റുമോ? ഇതൊക്കെ എനിക്ക് ശീലമുള്ളതാണ്. ഞാൻ ധ്യാന കേന്ദ്രങ്ങൾ പല സ്ഥലത്തൊക്കെ പോയിട്ട് 1-2 ആഴ്ച നിന്ന് ആയിരക്കണക്കിന് പേർക്ക് ഭക്ഷണം വിളമ്പി AC ഒന്നും ഇല്ലാതെ അവിടെ സെർവ് ചെയ്യണവരുടെ കൂടെ സാധാരണ കിടന്ന് ഒക്കെ ശീലമുണ്ട്. അപ്പൊ നമ്മള് 5 സ്റ്റാറിലും ജീവിക്കും, ലോക്കലായിട്ട് തട്ടുകടയിലും ഒക്കെ കിടക്കും. അല്ല, അതുകൊണ്ട് അതൊന്നും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. ഈ പോണത് നല്ല കാര്യമാണെന്ന് ഒരിക്കലും പറയില്ല. പിന്നെ ആൾക്കാർ ചോദിച്ചു, എന്താ വിഷമമായോ സങ്കടമായോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു, വിഷമില്ല. കാരണം എന്താന്ന് വെച്ചാല് അതൊരു അറിവുള്ളത് കൊണ്ടാണ് നമുക്ക് വിഷമില്ല. ഈ ജീവിതത്തിന്റെ അർത്ഥം എന്താണ്, വാട്ട് ഈസ് ലൈഫ് എന്ന് ചോദിച്ചാൽ സുഖദുഃഖങ്ങൾ അടങ്ങിയതാണ് ജീവിതം. കയറ്റം ഇറക്കം കയറ്റം. എല്ലാ ദിവസവും സുഖം ഉണ്ടാവില്ലല്ലോ. പക്ഷെ മനുഷ്യർക്ക് അറിവില്ലാത്തത് കൊണ്ട് ഞാൻ ആഗ്രഹിച്ചതൊക്കെ നടക്കണം, സമയത്ത് നടക്കണം, എനിക്ക് രോഗം വരരുത്, എന്നെ വണ്ടി ഇടിക്കരുത്, കഷ്ടപ്പാട് വരരുത്, ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളാണ് മനുഷ്യർക്കുള്ളത്. അപ്പൊ എല്ലാ കാര്യവും നടക്കാണ്ടാവുമ്പോൾ മനുഷ്യന് നിരാശ, ആത്മഹത്യ, വിഷമം, കരച്ചിൽ, പിടിച്ചിലൊക്കെ വരും. അത് അറിവില്ലായ്മ. ലോകത്ത് ഒരു വ്യക്തിക്കും എത്ര വലിയ ചെറിയ വ്യക്തിയാണെങ്കിലും ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും നടക്കില്ല. അപ്പോ സുഖദുഃഖങ്ങളാണ്. ഒരു കയറ്റുണ്ടെങ്കിൽ ഒരു ഇറക്കമുണ്ട്. ഈ പ്രകൃതിയെ കുറിച്ച് തന്നെ പഠിച്ചാൽ അങ്ങനെയല്ലോ. മഴക്കാലം, വേനൽക്കാലം, ഉരുൾപൊട്ടൽ കാലം, സുനാമി കാലം, വൈറസ്, കോവിഡ്, ഇങ്ങനെയാണ് പ്രകൃതി. ഇങ്ങനെയാണ്. അപ്പൊ നമ്മൾ അതിന്റെ ഭാഗമാണ്. അതുകൊണ്ട് നമുക്കും ജീവിതത്തിൽ സുഖദുഃഖങ്ങൾ ഉണ്ടാകും. ഏറ്റവും വലിയ പാഠം എന്റെ ഫാദറിന്റെ അടുത്തുനിന്ന് പഠിച്ചു. ഫാദർ വളരെ മാതൃകാപരമായിട്ട് ജീവിച്ച സിമ്പിളായ ഒരു മനുഷ്യനാണ്. പക്ഷെ എത്രയും സൂക്ഷിച്ച് നടന്നിട്ട് പള്ളി പോണ സമയത്ത് കാറിടിച്ചു, കാലൊടിഞ്ഞു, തല പൊട്ടി, ബ്രെയിൻ ഓപ്പറേഷൻ, അങ്ങനെ ഭയങ്കരമായ വിഷമമായി നമുക്കൊക്കെ. അത് വർഷങ്ങൾ കഴിഞ്ഞ് അതിജീവിച്ചു. വീണ്ടും ആൾ ഓഫീസിലൊക്കെ പോകാൻ തുടങ്ങി, പണിയെടുക്കാൻ തുടങ്ങി ഒക്കെ ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 10-75 വയസ്സ് കഴിഞ്ഞിട്ട് വരുന്നത് ക്യാൻസർ അടുത്തത്. എന്ത് തെറ്റ് ചെയ്തിട്ട് എന്താണ്? അപ്പൊ എൻ്റെ അടുത്ത് പറയും, വിഷമിക്കേണ്ട മോനെ, ജീവിതത്തിൽ വണ്ടി അടിക്കും, ക്യാൻസർ വരും, സൂക്കേട് വരാം, കുറ്റം ചെയ്തിട്ടും ചെയ്യാണ്ടൊക്കെ ജയിലിൽ പോകാം, പലതും ഉണ്ടാവാം. ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി. അങ്ങനെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആ ഒരു അറിവ് കിട്ടി. ഇനി എന്തു സുഖം വന്നാൽ സന്തോഷം, എന്ത് ദുഃഖം വന്നാലും അത് ഫേസ് ചെയ്യാം. നിങ്ങൾ എന്നും മരിക്കുന്നത് നിങ്ങൾക്ക് അറിയോ? ഇല്ല. അപ്പൊ നമ്മളെ ജനനം, മരണം, ഇതിനിടയിൽ ആരെ കാണും, എപ്പോ കാണും, എന്താണ്, ഇതൊന്നും നമുക്ക് അറിയില്ല. ഇന്ന് എന്താണ് ഇങ്ങനെ ഉള്ള സമയം പരാതികളില്ലാതെ, കിട്ടിയതിന് നന്ദി പറഞ്ഞുകൊണ്ട്, പരിഭവങ്ങളില്ലാതെ, നിരാശയില്ലാതെ, ഇതെല്ലാം സുഖദുഃഖങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കി അത് അക്സെപ്റ്റ് ചെയ്യാൻ ശരിയായ അറിവിലൂടെ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുത്ത്, അതൊരു എക്സസൈസാണ്. മനസ്സിന് കൊടുക്കുന്ന എക്സസൈസ് അറിവിലൂടെ കൊടുക്കണം. അപ്പൊ നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ട്